പഞ്ചായത്തിൽ നിന്നും നഗരസഭയായി മാറിയ പന്തളം നഗരസഭയ്ക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഏറെ വെല്ലുവിളിയാണ്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ശബരിമലയുടെ മൂലസ്ഥാനമായ പന്തളത്തെ ടൗൺഷിപ്പായി വികസിപ്പിക്കുക എന്നതാണ് പ്രധാന ദൗത്യം. ഇനിയിപ്പം എന്തെല്ലാം ചെയ്യാമോ, മൂലസ്ഥാനമായതുകൊണ്ട് പന്തളത്ത് നഗരസഭയുടെ ഇതായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുൻതൂക്കം അതിന് കൊടുത്തിരിക്കും. അപ്പോൾ അവർക്ക് അവിടെ വിരിവെക്കാനും അവർക്ക് പാർക്കിംഗ് സൗകര്യത്തിനും എല്ലാത്തിനും അതിനെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് വേണ്ട എല്ലാ വികസനങ്ങളും ചെയ്യുന്നതായിരിക്കും. ഗതാഗതക്കുരുക്കാണ് പന്തളം നഗരം നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഇത് പരിഹരിക്കാൻ മെഡിക്കൽ വിഷൻ ജംഗ്ഷൻ വഴി ബൈപ്പാസ് നിർമ്മാണം ആലോചനയിലുണ്ട്. നഗരസഭാ പ്രദേശത്ത് കുന്നുകൂടുന്ന മാലിന്യമാണ് മറ്റൊരു വെല്ലുവിളി. പന്തളത്ത് ഏറ്റവും വലിയൊരു വിഷയം ഗതാഗതക്കുരുക്കാണ്. ആ ഗതാഗതക്കുരുക്ക് മാറണമെങ്കിൽ നമ്മൾ ബൈപ്പാസ് റോഡ് ഒക്കെ തയ്യാറാക്കിയിട്ട് അതുപോലെ ഈ ട്രാഫിക് ജാം ഇത് മാറ്റിയെങ്കിലേ നമ്മുടെ ഇവിടുത്തെ ഇത് മാറത്തുള്ളൂ. മാലിന്യ സംസ്കരണ പ്ലാന്റ് വല്ലാത്ത അത് പരാജയമായിട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും അത് കണ്ടറിഞ്ഞ് ചെയ്തെങ്കിലേ ഓരോ വീട്ടുകാരും ഓരോ അംഗങ്ങളും ഇപ്പോൾ ഓരോരുത്തരും കൊണ്ട് ഈ ഓടയ്ക്കകത്തെല്ലാം കൊണ്ടൊന്ന് മറിക്കുക, ഈ ജംഗ്ഷനിലാണ് ഓരോ സഞ്ചിക്കകത്ത് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിയും നമ്മൾ പരിശ്രമിച്ചെങ്കിലേ അതൊന്ന് മാറ്റം ഉണ്ടാകും. സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. നഗരത്തിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ പരിഷ്കരിക്കും. വിവിധ ഓഫീസുകളെ ഏകോപിപ്പിക്കുന്നതിനായി മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കയ്യേറിയ സ്ഥലം ഒഴിപ്പിച്ച് ഏറ്റെടുക്കും. സീതാലയത്തിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. കുടുംബശ്രീയുടെ സഹകരണത്തോടെ ജൈവ പച്ചക്കറി കൃഷിയും നെൽകൃഷിയും പശുവളത്തിലും പ്രോത്സാഹിപ്പിക്കാനും പദ്ധതിയുണ്ട്. പങ്കജാക്ഷൻ, അമൃത ന്യൂസ്, പത്തനംതിട്ട.